താഴെ നിന്ന് നോക്കിയാൽ എന്ത് മനോഹരമായ വീടാ അല്ലേ. ഇതിനകത്തേക്ക് ഇപ്പം ഞാൻ കയറി താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയായി കാണും. ഇതിൻ്റെ ടെറസിൻ്റെ ഒരു രീതിയാണ്. താഴത്തെ ഭംഗി എന്തുകൊണ്ട് ഈ ടെറസിന് കിട്ടുന്നില്ല? ഈ മഴക്കാലത്ത് തന്നെ ഈ കുഴിയിലൊക്കെ വെള്ളം നിന്നിട്ട് അടിയിലോട്ട് പനിച്ചിറങ്ങുമോ എന്നുള്ളത് ആണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് പിന്നെ മുകളിലോട്ട് കയറാൻ കോണില്ലാത്തതുകൊണ്ട് മുകളിലോട്ട് കയറാനും പറ്റുന്നില്ല. ഇത് അവിടെ ആ കാണുന്ന കണ്ടില്ല, ആ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഇത്, അവിടെയൊക്കെ വെള്ളം ഇപ്പോഴും ആ സൈഡിൽ പറ്റിപ്പിടിച്ച് കെട്ടിക്കിടക്കുക. അതൊക്കെ ഒഴിവാക്കി പല പ്രാവശ്യം ചെയ്യിച്ചതാണ്. ഇത് ഒരു എൻജിനീയറുടെ കഴിവുകേട്, എൻജിനീയറുടെ നോട്ടക്കുറവാണ് ഇതൊക്കെ. നമുക്കിതൊക്കെ അറിയാത്തത് കൊണ്ടാണ് ഇത് മൊത്തത്തിൽ ഒരാൾക്ക് കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന ആൾ അത് മര്യാദയ്ക്ക് ചെയ്തു തരുന്നില്ല എങ്കിൽ എന്ത് സുരക്ഷിതത്വമാണ് ഈ വീടിനുള്ളതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എന്നിട്ടിതാ വരെ ഒരു കോണിയും കൂടെ വെച്ച് തരുമെന്ന് അഗ്രിമെൻറ്റിലുള്ളതാണ്. എന്നിട്ടിതാ വരെ അതും ചെയ്തു തന്നിട്ടില്ല. പണമൊക്കെ അഡ്വാൻസായിട്ട് കൊടുത്തതും മേടിച്ചതുമാണ്. ഇതാണ് നമ്മളിതൊക്കെ എത്ര ആവശ്യം ആരോടൊക്കെ പറയണം, എന്ത് പറയണം? ഒരു ചെയ്യുന്നതിനും ചെയ്യിക്കുന്നതിന് അല്ലെങ്കിൽ എൻജിനീയർക്ക് കാശ് മേടിക്കുന്നതിന് അതിൻ്റെതായ ഒരു ആത്മാർത്ഥത വേണ്ടേ. നല്ല ചിരി മാത്രം പോരാ, നല്ല സംസാരവും പോരാ, പ്രവൃത്തിയിൽ അത് കാണുകയും കൂടെ ചെയ്യണം. വീടിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ വീട് ഇത്രയും അതിരയിലേക്ക് ചേർന്ന് വരരുതെന്ന് ഞാൻ അന്ന് അത് മാർക്ക് ചെയ്തപ്പോൾ പറഞ്ഞു. ചേട്ടാ അത് ഞങ്ങളത് കെട്ടി റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞവനെ ഇപ്പോൾ കാണുന്നുമില്ല. അല്ലാത്തവൻ വന്നു ഇത്രയും ചെയ്തും വെച്ചു. ഇത് തന്നെ ഇപ്പോൾ മറ്റുള്ളവരോട് ചോദിച്ചാൽ അത് തന്നെ വലിയ ഭാഗ്യമായില്ലേ എന്ന് ചോദിച്ചു കളയും. അതാണ് ഇവിടുത്തെ ഒരു മനുഷ്യന്മാരുടെ രീതി.